നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ രാശിയിൽ കുസൃതിയോടെ എനിക്ക് അമ്മയാകാൻ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ഇന്ന് അവിവാഹിതയായി തുടരാനുള്ള എന്റെ വാശി എങ്ങനെ തകരുന്നുവെന്നും തന്റെ ഭയാനകമായ ഭൂതകാലത്തിനിടയിൽ രാശിയിൽ പരാഗിനൊപ്പം തന്റെ അപൂർവ പ്രണയകത എങ്ങനെ തുടങ്ങുന്നുവെന്നും നിങ്ങൾ കേൾക്കും. വാശിയോ അതോ കള്ളമോ? പരിഷ്ണിയെ ഉറക്കിയ ശേഷം രാശിയിൽ എന്റെ അരികിൽ വന്ന ഗൗരവത്തോടെ ചോദിച്ചു, ഞാൻ ഇപ്പോഴും എന്റെ വിവാഹം വേണ്ടെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന്. എന്റെ മറുപടി വാശിയോടെയായിരുന്നു. ഏതൊക്കെ കാര്യങ്ങളില്ലാതെയാണോ ഞാൻ ഇതുവരെ ജീവിച്ചത്, അവയെ ഇപ്പോൾ എന്റെ ആവശ്യമാക്കി മാറ്റുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഉള്ളിൽ ഞാൻ എന്നോട് തന്നെ കള്ളം പറയുകയാണെന്ന് എനിക്ക് തോന്നി. കൈബേറിയ യാഥാർത്ഥ്യം, സ്വപ്നിലിന്റെ അഭാവം എന്നെ വേദനിപ്പിക്കുമെന്ന് രാശിയിൽ പറഞ്ഞത് ശരിയായിരുന്നു. പക്ഷേ സ്വപ്നിൽ അമേരിക്കയിലും ഞാൻ ഇന്ത്യയിലും എന്നത്, ഈ കൈബേറിയ യാഥാർത്ഥ്യം എന്നെ അസ്വസ്ഥയാക്കി. കൃതജ്ഞതയുടെ കണ്ണുനീർ. രാശിയിൽ എന്റെ ബലഹീന ചൂണ്ടിക്കാണിച്ചതിൽ എനിക്ക് അവളോട് ദേഷ്യപ്പെടാൻ കഴിഞ്ഞില്ല. മറിച്ച് ഞാൻ അവളോടും സ്വപ്നിലിനോടും കടപ്പെട്ടിരിക്കുന്നു. എന്റെ അവസ്ഥയോർത്ത് എന്റെ കണ്ണുകൾ നിറഞ്ഞു. രാശിയിൽ എന്നെ ആശ്വസിപ്പിച്ചു. യോഗ്യനായ പുരുഷനുമായുള്ള വിവാഹം. എന്റെ മൗനം മനസ്സിലാക്കി രാശിയിൽ എന്നെ ബോധ്യപ്പെടുത്താൻ തന്റെ കഥ പറഞ്ഞു തുടങ്ങി. യോഗ്യനായ ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നത് ഒരു യുവതിയെ എങ്ങനെ സഹായിക്കുന്നുവെന്നും അത് എന്തുകൊണ്ട് ഉചിതമാണെന്നും. ഇവിടെ നിന്ന് കഥ ഭൂതകാലത്തിലേക്ക് പോകുന്നു. ഭയത്തിന്റെ ലക്ഷ്യസ്ഥാനം. അൽക്കമാമിന്റെ നിർദ്ദേശപ്രകാരം പരാഗും രാശിയിലും ഭാരത പര്യടനത്തിന് ഇറങ്ങി. ആദ്യ ലക്ഷ്യം അമൃത്സറിലെ സുവർണ ക്ഷേത്രമായിരുന്നു. എന്നാൽ ഗുരുദ്വാരയിൽ വെച്ച് തന്നെ കുടുക്കിയ ജേഡിനെ രാശിയിൽ പെട്ടെന്ന് ഓർത്തു. ഭൂതകാലം വീണ്ടും ജീവിതം നശിപ്പിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു. ജലന്ധറിലെ അപകടം. പഞ്ചാബിലെ മണ്ണിൽ നിന്ന് ഒളിച്ചോടരുതെന്ന് പരാഗ് ഉപദേശിക്കുകയും ജലന്ധറിലേക്ക് പോകാൻ പദ്ധതിയിടുകയും ചെയ്തു. അതായിരുന്നു രാശിയിലിന്റെ നാട്. ജയിലിലാകുമോ എന്ന പേടിയിൽ രാശിയിൽ വിറച്ചു. വക്കീലിന്റെ രൂപത്തിൽ പരാഗ്. ജേഡ് ഒരു കുറ്റവാളിയാണെന്നും അയാൾ പോലീസിനെ ഭയപ്പെടുമെന്നും ഒരു വക്കീലിനെപ്പോലെ പരാഗ് വിശദീകരിച്ചു. കാരണം രാശിയിലിന് അയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിനും ലൈംഗിക ചൂഷണത്തിനും പരാതി നൽകാം. ഈ യുക്തി രാശിയിലിന് സമാധാനം നൽകി. പ്രണയവും വിശ്വാസവും. പരാഗിന്റെ ദൃഢനിശ്ചയം കണ്ട് രാശിയിലിന്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. പരാഗ് തന്നെ എല്ലാ രീതിയിലും സംരക്ഷിക്കുമെന്ന് അവൾക്ക് ഉറപ്പായി. ബാല്യകാല മോഹം. നീണ്ട യാത്രക്കിടയിൽ പരാഗ് രാശിയിലിനോട് പറഞ്ഞു, നീ നിന്റെ കുട്ടിക്കാലത്ത് എന്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ അതൊക്കെ എന്റെ കൂടെയുള്ള ഈ ദിവസങ്ങളിൽ മടികൂടാതെ ചെയ്യുക. ജേഡിന്റെ ഭയം. പരാഗിന്റെ അചഞ്ചലമായ വിശ്വാസം. കുട്ടിക്കാലം വീണ്ടും ജീവിക്കാനുള്ള മോഹം. രാശിയിലിന് തന്റെ അരക്ഷിതാവസ്ഥ വെടിഞ്ഞ് പരാഗിനൊപ്പം പ്രണയപാതയിൽ മുന്നേറാൻ കഴിയുമോ? സംഘർഷത്തിന്റെയും ഭയത്തിന്റെയും വിശ്വാസത്തിന്റെയും അപൂർവ പ്രണയകഥ. പ്രണയം അമൂല്യമാണ് വാണിയിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 54. വാശി, യാഥാർത്ഥ്യം. പരാഗ് രാശിയിൽ ഭാരതയാത്രയുടെ രഹസ്യം. വാണി, നീ എന്തിനാണ് നാണം കുണുങ്ങുന്നത്? ഇനി എന്നോട് ചോദിക്കൂ, നിന്നെ സഹായിക്കാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്ന്. ഉറങ്ങിയ പരിഷ്ണിയെ തൊട്ടിലിൽ കിടത്തിക്കൊണ്ട് രാശിയിൽ എന്നോട് പറഞ്ഞു. സ്വപ്നിലിന്റെയും എന്റെയും വിവാഹം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അവൾ ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അവൾ തന്റെ ഉദ്ദേശ്യം കൂടുതൽ വ്യക്തമാക്കാൻ ശ്രമിച്ചില്ല. അവൾ കട്ടിലിലേക്ക് തിരികെ വന്ന് ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു. അവൾ എന്നെ അരികിലേക്ക് ചേർത്തുപിടിച്ച് ഒരു സുഹൃത്തിനെപ്പോലെ എന്റെ തോളിൽ കൈയിട്ടിരുത്തി. വാണി, എന്നോട് പറയൂ, സ്വപ്നിലിനൊപ്പം ഇത്രയും ദിവസം ചുരുക്കിറങ്ങിയ ശേഷം ഇപ്പോഴും നീ നിന്റെ വിവാഹം വേണ്ടെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? രാശിയിൽ ഗൗരവത്തോടെ ചോദിച്ചു. ഈ ലോകത്ത് അനന്തമായ ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങൾ അവയുടെ സ്ഥാനത്തുണ്ട്. അവയിൽ ഏതാണ് നമ്മുടെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളില്ലാതെയാണോ എന്റെ ജീവിതം ഇതുവരെ കുറവുകളില്ലാതെ കടന്നുപോയത്, അവയെ ഇപ്പോൾ എന്റെ ആവശ്യമാക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി നൽകിയില്ല. ഇത് പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെ കള്ളം പറയുന്നതായി എനിക്ക് തോന്നി. എനിക്കറിയാം, ഇന്ത്യയിൽ നിന്ന് വന്ന സമയവും ഇപ്പോൾ മടങ്ങുന്ന സമയവും തമ്മിൽ എന്നിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ എനിക്ക് സ്വപ്നിലിന്റെ അഭാവം വല്ലാതെ അനുഭവപ്പെടാൻ പോകുകയാണ്. വാണി, നിന്റെ വാശി കാരണം നീ ഇപ്പോഴും സത്യം അംഗീകരിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. വാസ്തവത്തിൽ പരാഗിനെപ്പോലെ സ്വപ്നിലിനും സവിശേഷമായ ഒരു പ്രഭാവവും കഴിവുമുണ്ട്. അവൾക്ക് വേണമെങ്കിൽ ഏത് പെൺകുട്ടിയെയും ആകർഷിക്കാൻ കഴിയും. നീ ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞാൽ സ്വപ്നിലിന്റെ ഓർമ്മകൾ നിന്നെ വേട്ടയാടും. രാശിയിൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. രാശിയിൽ പറയുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. എങ്കിലും ഈ യാഥാർത്ഥ്യത്തിന്റെ കയ്പ് എന്നെ അസ്വസ്ഥയാക്കി. സ്വപ്നിൽ അമേരിക്കയിലും ഞാൻ ഇന്ത്യയിലും എന്നത് എന്നെ അവനെ മറക്കാൻ നിർബന്ധിതയാക്കുന്ന കാര്യമാണ്. ഞാൻ സങ്കടത്തിലായി. ഇതാണ് എന്റെ മനസ്സിലുള്ളത്, പക്ഷേ ഞാൻ പുറത്തു പറഞ്ഞില്ല. രാശിയിൽ, സ്വപ്നിൽ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് നിനക്കറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് എന്നെ അവനുമായി കാണാനുള്ള സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കിയത്? എന്തിനാണ് എന്നെ നിർബന്ധിച്ച് അമേരിക്കയിലേക്ക് വിളിച്ചത്? എന്റെ ജീവിതത്തിൽ കുറവായി തോന്നാതിരുന്ന ഒന്നിന് നീ എന്തിനാണ് എന്റെ ബലഹീനതയാക്കി മാറ്റിയത്?
ഞാൻ രാശീലിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ പരാതി പറഞ്ഞ് എനിക്കൊരിക്കലും കൃതജ്ഞയാകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ സ്വപ്നിലിനെ പരിചയപ്പെട്ടതും അവൻ എനിക്കായി സമയവും പണവും ചിലവഴിച്ചതും രാശീലിന്റെയും സ്വപ്നിലിന്റെയും എന്നോടുള്ള ഉപകാരങ്ങളാണ്. അതിൽ നിന്ന് കടമുക്തിയാകാൻ എനിക്ക് കഴിയില്ല. എന്റെ അവസ്ഥയോർത്ത് എന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. രാശീൽ എന്റെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ്. അവൾ എന്റെ തല തന്റെ തോളിൽ വെച്ചു. അവൾ എന്നെ ആശ്വസിപ്പിച്ചു. എന്റെ കണ്ണുനീർ അവളുടെ നൈറ്റ് സ്യൂട്ടിൽ വീണിട്ടും അവൾ അത് കാര്യമാക്കിയില്ല. വാണി, അൽക്കമാം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പരാഗിനെ കണ്ടത്. അന്ന് വിവാഹം കഴിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പരാഗ് 1 മാസം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക് അവനിൽ വിശ്വാസം വന്നത്. വിവാഹം കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ല തീരുമാനം പരാഗിനെ വിവാഹം കഴിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ അനുഭവം വിശദമായി പറയാം. അത് നിനക്ക് യോഗ്യനായ ഒരാളെ വിവാഹം കഴിക്കുന്നതിന്റെ ഗുണം മനസ്സിലാക്കിത്തരും, രാശീൽ മധുരമായ സ്വരത്തിൽ പറഞ്ഞു. എന്റെ മൗനത്തിലൂടെ രാശീൽ എന്റെ താൽപര്യം മനസ്സിലാക്കി. അവൾ പറഞ്ഞു തുടങ്ങിയ കഥ എന്റെ കൺമുന്നിൽ ഒരു സിനിമ പോലെ തെളിഞ്ഞു വന്നു. അമേരിക്കൻ പൗരനായ പരാഗും കുട്ടിക്കാലം മുതൽ അവന്റെ മനസ്സിലുള്ള രാശീലും അൽക്കമാമിന്റെ നിർദ്ദേശപ്രകാരം കാറെടുത്ത് ഭാരത പര്യടനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പരാഗിന് അന്താരാഷ്ട്ര ലൈസൻസ് ഉള്ളതിനാൽ ഇന്ത്യയിലും കാർ ഓടിക്കാൻ അവന് തടസ്സമില്ല. രാശീൽ, നമ്മൾ ആദ്യം അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലാണ് പോകുന്നത്. പരാഗ് തന്റെ യാത്രയുടെ ആദ്യ ലക്ഷ്യം പഞ്ചാബ് ആണെന്ന് അറിയിച്ചു. രാശീലിന്റെ ജന്മനാട് പഞ്ചാബാണ്. വീട്ടിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഇപ്പോൾ 5 വർഷമായി. അന്നുമുതൽ പഞ്ചാബിലെ മണ്ണും മണവും അവൾക്ക് അന്യമാണ്. സന്തോഷത്തോടെ ഇരുന്നപ്പോൾ ഗുരുദ്വാരയിൽ വെച്ച് തന്നെ കുടുക്കിയ ജേഡിനെ അവൾ ഓർത്തു. ജേഡിന്റെ ഓർമ്മ അവളിൽ വല്ലാത്ത പേടിയുണ്ടാക്കി. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഭൂതകാലത്തിന്റെ നിഴൽ വീഴുമോ എന്ന് അവൾ ഭയപ്പെട്ടു. പഞ്ചാബിൽ എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചാൽ തന്റെ വിവാഹം തടസ്സപ്പെടുമോ എന്ന് അവൾ ആശങ്കപ്പെട്ടു. പരാഗ്, ഞാൻ ഏത് ഭൂതകാലത്തിൽ നിന്നാണോ ഒളിച്ചോടിയത്, അത് വീണ്ടും എന്റെ ജീവിതം നശിപ്പിക്കുമോ? ഞാൻ അമേരിക്കയ്ക്ക് പകരം ജയിലിലെങ്ങാനും എത്തുമോ? രാശീൽ തന്റെ പേടി പരാഗിനോട് പറഞ്ഞു. രാശീൽ, ആ ദുഷ്ടൻ ഇനിയൊരു ഗുരുദ്വാരയിലും പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ പഠിപ്പിച്ച പാഠം കൊണ്ട് അവൻ ഏതൊരു പഞ്ചാബി പെൺകുട്ടിയുടെ നിഴലിൽ നിന്നും ഓടിയൊളിക്കും. നമുക്ക് ജലന്ധറിലും പോകണം, പരാഗ് തന്റെ പദ്ധതി വ്യക്തമാക്കി. ഇതുകേട്ട് രാശീലിന്റെ പേടി കൂടുകയാണുണ്ടായത്. വേണ്ട പരാഗ്, അത് ശരിയാകില്ല. വീട്ടുകാർ എന്നെ അവിടെ കണ്ടാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. രാശീലിന്റെ ശബ്ദം ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നിന്റെ വീട്ടിലേക്ക് പോകില്ല. നീ വളർന്ന നാട് കാണാൻ നിനക്ക് പേടിയുണ്ടാകരുത്. ഇപ്പോൾ നിന്റെ കൂടെ ഞാനുണ്ട്. എന്നെ വിശ്വസിക്കൂ, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജലന്ധറിലെ ഗുരുദ്വാരയിലും നിന്റെ നാടിലുമൊക്കെ നമുക്ക് പോകാം, പരാഗ് വിശദമായി പറഞ്ഞു. നീ എന്തൊക്കെയാണ് പറയുന്നത്? അവിടെ എന്റെ വീട്ടുകാരും പരിചയക്കാരും കാണും. ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞാൽ വലിയ പ്രശ്നമാകും, രാശീൽ പറഞ്ഞു. പരാഗ് ജലന്ധറിൽ പോകാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. നീ നിന്റെ തിരിച്ചറിയൽ മറച്ചുവെച്ച് ജീവിക്കുന്നത് ശരിയല്ല. എന്റെ കൂടെയുള്ളപ്പോൾ നിനക്കൊരു പേടിയും വേണ്ട, പരാഗ് ഉറപ്പിച്ചു പറഞ്ഞു. ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ. എന്നെ തിരിച്ചറിഞ്ഞാൽ പോലീസ് പിടിച്ചേക്കും, രാശീൽ തന്റെ ആശങ്ക വ്യക്തമാക്കി. ജേഡ് പോലീസിൽ പരാതി നൽകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കുറ്റവാളി ഒരിക്കലും പോലീസിനെ സമീപിക്കില്ല. നീ തിരിച്ചു പരാതിപ്പെടുമെന്നും അയാളുടെ നാണക്കേട് പുറത്താകുമെന്നും അയാൾ ഭയപ്പെടും. അതുകൊണ്ട് അയാൾ ഒന്നും ചെയ്യില്ല. നീ സമാധാനമായിരിക്കൂ, ഒരു വക്കീലിനെപ്പോലെ പരാഗ് അവളെ ബോധ്യപ്പെടുത്തി. രാശീലിന് അതോടെ സമാധാനമായി. അൽക്കമാം തനിക്കായി വളരെ യോഗ്യനായ ഒരാളെയാണ് തിരഞ്ഞെടുത്തതെന്ന് അവൾക്ക് തോന്നി. പ്രണയം മാത്രമല്ല, തനിക്ക് സംരക്ഷണവും പരാഗ് നൽകുമെന്ന് അവൾ വിശ്വസിച്ചു. പ്രണയത്തോടെ അവൾ പരാഗിനെ നോക്കി നിന്നു. ഇപ്പോൾ രാശീലിന്റെ മനസ്സിൽ പേടിയൊന്നുമില്ല. അവളുടെ ഹൃദയത്തിൽ പരാഗിനോടുള്ള പ്രണയവും വരാനിരിക്കുന്ന സുന്ദരമായ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും മാത്രമായി. രാശീൽ, നിന്റെ കുട്ടിക്കാലത്ത് നീ എന്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ, അതൊക്കെ എന്റെ കൂടെയുള്ള ഈ ദിവസങ്ങളിൽ മടികൂടാതെ ചെയ്യുക. കുട്ടിക്കാലത്തെപ്പോലെ നീ സന്തോഷവതിയായിരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പരാഗ് സ്നേഹത്തോടെ പറഞ്ഞു. എപ്പിസോഡ് 54 അവസാനിച്ചു.